ഈ മാസം 16-ാം തീയതി നടക്കുന്ന IPL മിനി താരലേലത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അനിൽ വാസുദേവ്, കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ, ദീപ പറയുന്നതെല്ലാം കേട്ടല്ലോ, ഇനി ബാക്കി പറയൂ. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് SK. ഈ പറഞ്ഞതുപോലെ തന്നെ IPL-ലെ താരലേലം ഈ മാസം 16-ന് അബുദാബിയിലാണ് നടക്കാനിരിക്കുന്നത്. ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ താരങ്ങളെ വാങ്ങും എന്നത് വലിയ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. പല ടീമുകളും കുറേ താരങ്ങളെ നിലനിർത്തിയിട്ടുണ്ട്, റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഇനി ആവശ്യമുള്ള താരങ്ങളെ വാശിയേറിയ ലേലത്തിലൂടെയാണ് സ്വന്തമാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലേലത്തിലേക്കായി ആകെ 1355 താരങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിദേശ താരങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓസ്ട്രേലിയൻ താരങ്ങളായ കാമറൂൺ ഗ്രീനും സ്റ്റീവ് സ്മിത്ത് അടക്കമുള്ള താരങ്ങളാണ്. ഇന്ത്യൻ നിരയിൽ ഏറ്റവും ശ്രദ്ധ അല്ലെങ്കിൽ വെക്കുന്നത് 2 താരങ്ങൾ രവി ബിഷ്ണയും ഒപ്പം തന്നെ വെങ്കടേഷ് അയ്യരുമാണ്. കഴിഞ്ഞ തവണ 23 കോടിയൊക്കെ ലഭിച്ച വെങ്കടേഷ് അയ്യരെ കൈവിട്ടിരിക്കുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വീണ്ടും വെങ്കടേഷ് അയ്യർക്കായി ശ്രമിക്കുമോ? ആരായിരിക്കും ഈ ലേലത്തിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുക തുടങ്ങിയതാണ് അറിയാൻ കണ്ടിരിക്കുന്നത്. കൊൽക്കത്ത തന്നെയാണ് കൂടുതൽ പേഴ്സ് ബാലൻസുമായി എത്തുന്നത്. അവർക്ക് അവരുടെ കൈവശമുള്ളത് 64.30 ഉള്ളത്. ഒപ്പം തന്നെ ഏറ്റവും കുറവ് മുംബൈ ഇന്ത്യൻസിനാണ് 2.75 കോടി എന്നുള്ളതാണ്. ആകെ 1355 താരങ്ങളാണ് ലേലത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ടീമുകൾക്കൊക്കെ ആവശ്യം വെറും 77 പേരെയാണ്. ഇതിൽ പല താരങ്ങളെ ലേലത്തിന് മുന്നോടിയായി ആവശ്യപ്പെട്ട ആളുകളുടെ മാത്രം ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ 1355 എന്ന് പറയുന്നത് കുറച്ചുകൂടി കുറയും എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കുകയാണ് ആശയേറിയ ആ ലേലത്തിനായി. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.